നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. പകരുന്ന പുറംബണ്ടുകൾ, പിടയുന്ന കർഷക ഹൃദയങ്ങൾ. കുട്ടനാട്ടിൽ മടവീഴ്ച തുടർക്കഥയാകുന്നു. 50 മുതൽ 90 ദിവസം വരെ പ്രായമെത്തിയ നെൽച്ചെടികളാണ് അധികവും. കുട്ടനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും സൗജന്യ റേഷനും അനുവദിക്കണമെന്ന് തോമസ് ചാണ്ടി MLA. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയവരെ സംരക്ഷിക്കാൻ ക്യാമ്പുകൾ തുറക്കണമെന്ന് BJP. വാർത്തകൾ വിശദമായി. മടവീഴ്ച തുടരുന്നു. കുട്ടനാട്ടിൽ വ്യാപക കൃഷിനാശം. പുളിങ്കുന്ന് കൃഷിഭവന്റെ കീഴിൽ വരുന്ന മങ്കൊമ്പ് തെക്കേ മണപ്പള്ളി പാടശേഖരത്തിൽ മട വീണു. 90 ഏക്കർ വരുന്ന പാടശേഖരത്തിലെ നെൽച്ചെടികൾ 50 ദിവസത്തോളം വളർച്ചയെത്തിയിരുന്നു. മങ്കൊമ്പ് മാർക്കറ്റിനു പടിഞ്ഞാറ് വശം മോട്ടോർ തറ തള്ളിപ്പോയാണ് തെക്കേ മണപ്പള്ളി പാടശേഖരത്ത് മട വീണത്. മോട്ടോർ തറയും പെട്ടിയും പറയും അടക്കം കുത്തൊഴുക്കിൽ ഒലിച്ചുപോവുകയായിരുന്നു. കൃഷി പോയതോടൊപ്പം ഭീമമായ നഷ്ടം കൂടിയാണ് കർഷകർക്ക് നേരിടേണ്ടി വരുന്നത്. കുട്ടനാട് പാക്കേജിലോ സർക്കാർ തലത്തിലോ യാതൊരുവിധ സഹായങ്ങളും ഇതേവരെ ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. പുളിങ്കുന്ന് കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന തെക്കേമണപ്പള്ളി പാടശേഖരത്തിലെ 90 ഏക്കർ നിലം കൃഷിയുള്ള പാടശേഖരത്തിൽ 45 മുതൽ 50 ദിവസം വരെ പ്രായമായ നെൽച്ചെടി ആയിരുന്നു ഇവിടെ കൃഷി ചെയ്തിരുന്നത്. ആ പാടത്തിൻ്റെ മങ്കൊമ്പ് മാർക്കറ്റ് കഴിഞ്ഞ് തെക്കോട്ട് മാറി പടിഞ്ഞാട്ട് മാറി ഒരു 100 മീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന മോട്ടോർ തറ, പമ്പയാറിൻ്റെ തീരത്തിരിക്കുന്ന മോട്ടോർ തറയാണ്. അതിൻ്റെ പെട്ടിമട ഉൾപ്പെടെ അകത്തോട്ട് തള്ളിപ്പോവുകയും ഒരു 40 ലക്ഷം രൂപയോളം ഇപ്പോൾ ചെലവ് വരുന്ന രീതിയിൽ, അതായത് കൃഷിയുടെ സിംഹഭാഗവും ചെലവഴിച്ച് കൃഷിയുടെ പൂർണ്ണമായ വർക്കുകൾ 2ാം വിളവിട്ട് ഉൾപ്പെടെ 3 കൃഷി പൂർണ്ണമായും അതിനകത്ത് മുടക്കേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്ന അവസ്ഥയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മോട്ടോർ തറ ഇനി പുനരുദ്ധാരണം നടത്തണമെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചെങ്കിൽ മാത്രമേ വീണ്ടും കൃഷി ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ. കൃഷിക്കാരിൽ നിന്നും ഭീമമായ തുക പിരിച്ചാണ് 2ാം കൃഷിക്ക് ഇവിടെ മുതിർന്നതും. 400ഓളം കുടുംബങ്ങൾ ഈ പാടശേഖരത്തിൻ്റെ ചുറ്റുപുറത്തുമായിട്ട് താമസിക്കുന്നതും അവരുടെയൊക്കെ കരകൃഷികളും കരയിലുമൊക്കെ ഇപ്പം വീടുകൾക്ക് പോലും അരയറ്റം വെള്ളമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും മട വീണ പാടശേഖരത്തെ കൃഷി നഷ്ടമായിരുന്നു. അതിന്റെ തനിയാവർത്തനമാണ് ഈ വർഷം നടന്നത്. വെള്ളപ്പൊക്കം കുട്ടനാട്ടിലെ നെൽകർഷക മേഖലയിലും കരകൃഷിയിലും വൻ നാശമാണ് വിതയ്ക്കുന്നത്. കനത്ത മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായതോടെ കുട്ടനാട്, അപ്പർ കുട്ടനാട് ഭാഗങ്ങളിലായി 1000ഓളം ഏക്കറിലെ നെൽകൃഷിയാണ് നശിച്ചത്. 12,000 ഏക്കറിലാണ് ഇക്കുറി 2ാം കൃഷിയുള്ളത്. ഇവയിൽ അധികവും മടവീഴ്ച ഭീഷണി നേരിടുകയാണ്. കുട്ടനാട്ടിലെ നെൽകർഷകർക്ക് ആശ്വാസമേകുന്ന പദ്ധതിയായിരുന്നു കുട്ടനാട് പാക്കേജ്. എന്നാൽ ഇത് വിജയകരമായി നടപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കാട്ടിയ അനാസ്ഥയാണ് കുട്ടനാട്ടിലെ കൃഷിനാശത്തിന്റെ പ്രധാന കാരണം. കുട്ടനാട് പാക്കേജിലൂടെ ഒരു കൃഷി മാത്രമുള്ള പാടശേഖരങ്ങളുടെയും പുറംബണ്ട് ഉയർത്തി 2 കൃഷിക്ക് യോഗ്യമാക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ കൃഷിയുള്ള ഒരു പാടശേഖരത്തിന്റെ പോലും പുറംബണ്ട് കാര്യക്ഷമമായ രീതിയിൽ നിർമ്മിക്കുന്നതിന് പാക്കേജ് കൊണ്ട് കഴിഞ്ഞിട്ടില്ല. മങ്കൊമ്പ് തെക്കേ മണപ്പള്ളിയിലെ ഒരു കൃഷിക്കാരാണ് ഞാൻ. 8 ഏക്കർ നിലം കൃഷി ചെയ്യുന്നവനാണ് ഞാൻ. മുടക്കേണ്ട മുതൽ മുഴുവൻ മുടക്കിയിരിക്കുകയാണ്. അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇനിയും വണ്ടി വന്ന് അടിക്കുന്നല്ലാതെ ബാക്കി ഒന്നുമില്ല. കൊയ്ത്ത് മെഷീനെ കൊണ്ട് ഇറക്കുക, ബാക്കി മുഴുവൻ മുതൽ മുടക്കിയിരിക്കുകയാണ്. ഞാൻ എന്നെ എടുക്കും. അടുത്ത കൃഷി ചെയ്യണമെങ്കിൽ എനിക്ക് മാർഗമില്ല. 8 ഏക്കർ നിലം സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നവനാണ് ഞാൻ. മണപ്പള്ളിയിലെ ഏറ്റവും പച്ച കൃഷിക്കാരാണ് ഞാൻ. 8 ഏക്കർ നിലം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. കാലവർഷത്തെ തുടർന്ന് കുട്ടനാട്ടിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളും വെള്ളപ്പൊക്ക ദുരിതത്തിലായതിനെ തുടർന്ന് ആവശ്യത്തിനുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളും കഞ്ഞിവീഴ്ത്തൽ കേന്ദ്രങ്ങളും സൗജന്യ റേഷനും അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും റവന്യൂ വകുപ്പ് മന്ത്രിയോടും തോമസ് ചാണ്ടി MLA ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ജില്ലാ കളക്ടർ, തഹസിൽദാർ തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാരുടെ അടിയന്തര യോഗം വിളിച്ചുകൂട്ടുകയും ഇന്നു മുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം തുടങ്ങുന്നതാണെന്ന് അറിയിച്ചു. എന്നാൽ വില്ലേജ് ഓഫീസർമാർ നിർദ്ദേശിച്ച ദുരിതാശ്വാസ ക്യാമ്പുകൾ അപര്യാപ്തമാണെന്നും
പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും അടിയന്തരമായി നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ കൂടി ക്യാമ്പുകൾ അനുവദിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. വെള്ളപ്പൊക്ക സമയത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിന് സാധ്യതയുള്ളതിനാൽ സ്പെഷ്യൽ മെഡിക്കൽ ടീമിനെ അനുവദിക്കണമെന്നും ചമ്പക്കുളം, തകഴി, വീയപുരം കൃഷിഭവനുകളുടെ കീഴിൽ മടവീണ പാടശേഖരങ്ങളുടെ കാർഷിക നഷ്ടം കണക്കാക്കണമെന്നും കർഷകർക്ക് അടിയന്തരമായ നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും കളക്ടറോട് ആവശ്യപ്പെട്ടു. ഗ്രാമീണ റോഡുകൾ മുഴുവൻ വെള്ളപ്പൊക്കത്തെ തുടർന്ന് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി തീർന്നതിനാൽ വെള്ളപ്പൊക്കത്തിൽ തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റവന്യൂ വകുപ്പിൽ നിന്നും കൂടുതൽ തുക കുട്ടനാടിന് അനുവദിക്കണമെന്നും MLA അഭ്യർത്ഥിച്ചു. 5 ദിവസമായി തുടർന്ന കാറ്റിലും മഴയിലും പെട്ട നിരവധി കുടുംബങ്ങൾ വെള്ളത്തിലായി. ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കണമെന്ന് BJP കൈനഗിരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KR മോഹൻദാസ് ആവശ്യപ്പെട്ടു. കൈനഗിരി പ്രദേശത്തെ കണ്ടുകൃഷി, അറനൂറ്റുംപാടം, പള്ളാത്തുരുത്തി, കുപ്പപ്പുറം, നടുത്തുരുത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവരാണ് വെള്ളപ്പൊക്കത്തിന്റെ രൂക്ഷത ഏറെ അനുഭവിക്കുന്നത്. അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും KR മോഹൻദാസ് പറഞ്ഞു. സുരേഷ് പരിയാത്ത്, ശരത്ചന്ദ്രൻ, AR സുരേഷ് കുമാർ, പ്രമോദ് എന്നിവരും അദ്ദേഹത്തോടൊപ്പം ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഇപ്പോൾ 4 ദിവസമായി ശക്തമായ മഴയും കാറ്റുമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശക്തമായ മഴയിലും കാറ്റിലും ഈ പ്രദേശമാകെ എല്ലാ കാലത്തും വർഷങ്ങളായി ഈ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ അറുന്നൂറ്റമ്പാടത്തെ കട്ടച്ചിറ കോളനി എന്ന് പറയുന്നത്. കട്ടച്ചിറ കോളനി, അതുപോലെ തന്നെ കണ്ടുകൃഷി, ഐലൻഡ് പ്രദേശം, ഇവിടെയൊന്നും കൃഷി പ്രദേശമല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ പുറംബണ്ടുകളില്ല. ഈ പുറംബണ്ടുകളില്ലാത്തത് കൊണ്ട് തന്നെ ഏറ്റവും വരുമ്പോൾ തന്നെ വെള്ളം ഈ പുരയിടങ്ങളിൽ കയറുന്ന ഒരു സ്വഭാവം ഇവിടെയാണ്. അപ്പോൾ ഇതിന് പരിഹാരം കാണണമെന്ന് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ വർഷങ്ങളോളം ഇവിടെ പ്രദേശവാസികളും ഈ കോളനിവാസികളും എല്ലാം ആവശ്യപ്പെടുന്നെങ്കിലും യാതൊരുവിധ പരിഗണനയും ഈ കൈനഗിരി ഗ്രാമപഞ്ചായത്തോ മാറിവരുന്ന സർക്കാരുകളോ ഒന്നും തന്നെ ചെയ്യാറില്ല. ഇപ്പോൾ ഈ കടുത്ത മഴയും അതുപോലെ തന്നെ ശക്തമായ കാറ്റും കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് അടിയന്തരമായി ഇവരെയെല്ലാം പ്രത്യേക ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ക്യാമ്പ് അടിയന്തരമായി തുറക്കണമെന്നാണ് കൈനഗിരിയിലെ BJPക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ ഈ സൗജന്യ റേഷൻ അടക്കമുള്ള മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതിന് അടിയന്തരമായി ബന്ധപ്പെട്ട ആളുകൾ ഇടപെടുകയും ഈ പ്രദേശത്ത് സന്ദർശിക്കുകയും ഇവരെ ഉടനെ തന്നെ ഇവിടുന്ന് മാറ്റി ക്യാമ്പുകളിലേക്ക് മാറ്റി ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രന്ഥശാലകൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. അറിവ് 2014 എന്ന് നാമകരണം ചെയ്ത പദ്ധതി ചമ്പക്കുളം സോഷ്യൽ സർവീസ് ലീഗ് വായനശാല അങ്കണത്തിലാണ് നടന്നത്. വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾക്കും വായനശാലകളുടെ ആവശ്യകതയും തിരിച്ചറിഞ്ഞാണ് ചമ്പക്കുളം പഞ്ചായത്ത് ഭരണസമിതി അറിവ് 2014 രൂപം നൽകിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോജി പറഞ്ഞു. അറിവ് 2014 പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജെസി ജോജി. നമ്മൾ കുറച്ച് കുറെ കാലഘട്ടങ്ങൾ പുറകോട്ട് മാറി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വായനശാലകൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ സജീവമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഇന്നത്തെ കുട്ടികൾക്കും യുവതലമുറയ്ക്കുമൊക്കെ വായനശാല എന്തെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതിനൊക്കെ കുറച്ചൊക്കെ ഉത്തരവാദിത്വങ്ങൾ മാതാപിതാക്കളായിരിക്കുന്ന നാം തന്നെയാണ്. കുട്ടികളെന്ന് പറയുമ്പോൾ അവർ അനുകരണശീലമുള്ളവരാണ്. നമ്മൾ മുതിർന്നവർ കണ്ടു കാണിക്കുന്നോ അത് തന്നെ കുട്ടികൾ അനുകരിക്കുന്ന ഒരു സ്വഭാവമാണ് അവർക്കുള്ളത്. വാർഡ് മെമ്പർ മോളി ടോമി അധ്യക്ഷയായി. പറവൂർ പബ്ലിക് ലൈബ്രറി മുൻ പ്രസിഡന്റ് KB അജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോപ്പൻ ജോയി വിവിധ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. സുജാ സണ്ണി, K മുരളി, കുഞ്ഞമ്മ ജോസഫ്, PJ സേവ്യർ, മോളി അലക്സ്, ജലജകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുമായി ബന്ധപ്പെടുന്ന സംഘടനയായ സെക്രട്ടറിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 9 തിരുവനന്തപുരത്ത് മഹാസംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സംഘടിപ്പിക്കുന്ന സംഗമം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ധനമന്ത്രി KM മാണി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ TT രാജപ്പൻ, ജോസ്ന, ലിൻസ, അനില, റമീറോസ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് സേക്രട്ട് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഒരു മഹാസംഗമം നടത്തപ്പെടുകയാണ്. ഈ മഹാസംഗമം അതിലെ പങ്കാളിത്തം വഹിക്കുന്നവർ മാനസിക വെല്ലുവിളി നേരിടുന്ന മനുഷ്യരും അവരുടെ രക്ഷകർത്താക്കളും ഈ സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂൾ അസോസിയേഷനും സ്പെഷ്യൽ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനും സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർ ഉൾപ്പെടെ വരുന്ന ഈ 4 സംഘടനകളും രക്ഷകർത്താക്കളും കുട്ടികളുമാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുക.
ഈ സംഗമത്തിൽ 25,000 പേർ പങ്കെടുക്കുമെന്നാണ് ഈ സെക്രട്ട് എന്ന സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. അത് 14 ജില്ലകളിൽ നിന്നായി ഈ 25,000 ആളുകൾ അവിടെ പങ്കെടുക്കും. ഇനിയും നെഹ്റു ട്രോഫി ജലോത്സവ വാർത്തകൾ. കുട്ടനാട് താലൂക്ക് ഓഫീസ് പരിസരത്തെ ചുണ്ടൻ വള്ളപ്പുര ജലോത്സവ പ്രേമികളുടെ കരളലിയിക്കും. പാതിയിലേറെ പൊളിഞ്ഞ വള്ളപ്പുരയിൽ കുറെ തടികൾ അടുക്കി വെച്ചിട്ടുണ്ട്. അതെ, ഈ പൊളിഞ്ഞ വള്ളപ്പുരയിൽ പൊളിച്ചടുക്കിയിരിക്കുന്നത് അംബേദ്കർ ചുണ്ടനെയാണ്. മഹാനായ അംബേദ്കറുടെ നാമധേയത്തിൽ ഇങ്ങനെയൊരു ചുണ്ടൻ ഉണ്ടായിരുന്നുവെന്നത് മിക്കവാറും എല്ലാവരും മറന്നു കഴിഞ്ഞു. ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണത്തിനായി ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് മൂലം ലക്ഷങ്ങളാണ് വെള്ളത്തിലായത്. 1990-ൽ കേന്ദ്ര സർക്കാർ പട്ടികജാതിയിൽപ്പെട്ട യുവജനങ്ങളുടെ കായികമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരുകൾക്ക് ഫണ്ട് അനുവദിച്ചിരുന്നു. അതിൻ പ്രകാരം ആലപ്പുഴ ജില്ലയ്ക്ക് ലഭിച്ച പണം കൊണ്ടാണ് അംബേദ്കർ ചുണ്ടൻ നിർമ്മിച്ചത്. നിർമ്മാണ ഘട്ടത്തിൽ തന്നെ തടിയെടുത്തതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഉയർന്നിരുന്നു. അംബേദ്കർ ചുണ്ടൻ എന്ന പേരിൽ നീറ്റിലിറക്കിയ വള്ളം കുട്ടനാട്ടിലെ യുവജനങ്ങൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ആ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ ചുണ്ടൻ 3ാം സ്ഥാനത്തെത്തി. പിന്നീട് മറ്റു പല മത്സരങ്ങളിലും ശ്രദ്ധേയമായ പ്രകടനമാണ് ചുണ്ടൻ കാഴ്ചവെച്ചത്. എന്നാൽ വള്ളം സൂക്ഷിക്കുന്നതിന് വള്ളപ്പുര കെട്ടാൻ സ്ഥലമില്ലാതെ 2 വർഷത്തോളം ചുണ്ടൻ വെള്ളത്തിൽ തന്നെ കിടന്നു. പിന്നീട് ബോട്ട് ക്ലബ് ഭാരവാഹികൾ നിരന്തരം ആവശ്യപ്പെട്ടാണ് സർക്കാർ വള്ളപ്പുര നിർമ്മിച്ചു നൽകിയത്. എന്നാൽ അപ്പോഴേക്കും ചുണ്ടന്റെ നാശം ആരംഭിച്ചിരുന്നു. കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്താൻ സർക്കാർ തയ്യാറാകാതിരുന്നതാണ് വള്ളത്തിന് വിനയായത്. അതോടെ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയായി. പിന്നീട് വല്ലപ്പോഴും സിനിമാ ചിത്രീകരണത്തിന് മാത്രമാണ് വള്ളം ഉപയോഗിച്ചത്. ഈ സന്ദർഭത്തിൽ പുതിയ ചുണ്ടൻ വള്ളം നിർമ്മിക്കണമെന്ന ആവശ്യം ബോട്ട് ക്ലബ് ഭാരവാഹികൾ മുന്നോട്ട് വെച്ചു. ഏറെ നിവേദനങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ചുണ്ടൻ നിർമ്മിക്കാൻ സർക്കാർ അനുവാദം നൽകി. തുടർന്ന് 6 ലക്ഷം രൂപയും അനുവദിച്ചു. ഇതേ തുടർന്ന് പഴയ ചുണ്ടൻ പൊളിച്ച തടികൾ വള്ളപ്പുരയിൽ തന്നെ അടുക്കി വെച്ചു. RDOയുടെയും കുട്ടനാട് തഹസിൽദാരുടെയും നേതൃത്വത്തിൽ 2008-ൽ 4 ലക്ഷം രൂപയുടെ പുതിയ തടികളും വാങ്ങി അറുത്ത് വള്ളപ്പുരയിൽ വെച്ചിട്ട് 7 വർഷത്തോളമാകുന്നു. പഴയതും പുതിയതുമായ തടികൾ കാലപ്പഴക്കത്തിൽ ജീർണാവസ്ഥയിലാണ്. മഹാനായ അംബേദ്കറുടെ നാമധേയത്തിലുള്ള ചുണ്ടനാണ് ഈ ദുർഗതി. ആലപ്പുഴ പുന്നമടയിൽ നെഹ്റു ട്രോഫിക്ക് കേളികൊട്ടുയരുമ്പോൾ ഇവിടെ ഒരു സ്പന്ദിക്കുന്ന അസ്ഥിമാടമുണ്ട്. എല്ലാവരും മനഃപൂർവ്വം മറന്നുകളഞ്ഞ ബാബാ സാഹിബ് ഭീമാറാവു അംബേദ്കറെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള ചുണ്ടൻ വള്ളം പൊളിച്ച് അടുക്കിയതും അഥവാ പൊളിച്ച് അടക്കിയത് ഇവിടെയാണ്. ക്യാമറമാൻ മഡോണ വർഗീസിനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV വാർത്തകൾ. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ജേതാക്കളാകാൻ കഠിന പരിശീലനത്തിലാണ് കൊല്ലം ജീസസ് ബോട്ട് ക്ലബ്ബ്. പള്ളാത്തുരുത്തിയാറ്റിലാണ് പരിശീലന തുഴച്ചിൽ പുരോഗമിക്കുന്നത്. കൊല്ലം ജീസസ് ബോട്ട് ക്ലബ്ബ് ഇല്ലിക്കളം ചുണ്ടനിലാണ് ഇത്തവണ നെഹ്റു ട്രോഫിക്ക് എത്തുന്നത്. 102 തുഴക്കാരും 10 താളക്കാരും 5 അണിയക്കാരുമാണ് ഇല്ലിക്കളത്തിന്റെ പ്രത്യേകത. 2011-ൽ നെഹ്റു ട്രോഫി നേടിയ ദേവാസ് വള്ളത്തിൽ തുഴഞ്ഞ കൊല്ലം ജീസസ് ബോട്ട് ക്ലബ്ബാണ് ഇല്ലിക്കളം ചുണ്ടനിൽ പുന്നമടയിൽ അംഗത്തിനിറങ്ങുന്നത്. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ 600 കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി.
സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. മടവീണ് കൃഷി നശിച്ച കർഷകർക്ക് ഏക്കറിന് 25,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കുട്ടനാട് വികസന ഏജൻസി വൈസ് ചെയർമാൻ വെളിയനാട് മാത്തച്ചൻ ആവശ്യപ്പെട്ടു. നഷ്ടപരിഹാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണം. കൃഷി നശിച്ച സാഹചര്യത്തിൽ അടുത്ത പുഞ്ചയ്ക്കുള്ള വിത്ത് സൗജന്യമായി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കയർഫെഡ് ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. ജീവനക്കാർക്ക് സർക്കാർ നിരക്കിൽ ക്ഷാമബത്ത നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് പണിമുടക്ക് ആരംഭിച്ചത്. കയർഫെഡ് ഹെഡ് ഓഫീസിന് മുന്നിൽ ആരംഭിച്ച ധർണ മുൻ MLA PK ദേവകുമാർ ഉദ്ഘാടനം ചെയ്തു. നീതിന്യായ വ്യവസ്ഥയിലെ ഒരു കുഴുക്കുത്തിന്റെ ഔദാര്യം കൊണ്ട് ചുമതലയേൽക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇന്ന് ഇവിടെ ഭരണം നടത്തുന്നത്. എങ്ങനെയും വന്നോട്ടെ. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ ഞാൻ ഇതിന്റെ ഭാരവാഹിയാകാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ആദ്യം പോയി കണ്ടത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന ശ്രീ തച്ചടി പ്രഭാകരനെ. അതിനുശേഷം എൻ്റെ നേതാവായ ശ്രീ ആനത്തല വട്ടവാരനെയും സഖാവ് MD ചന്ദ്രസേനെയും എന്നോടൊപ്പം ബോർഡിലുണ്ടായിരുന്നയാളായ അദ്ദേഹത്തെയും കണ്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ ഭരണത്തിലേക്ക് കടക്കുന്നത്. കാരണം ഈ കയർഫെഡിൻ്റെ ചരിത്രം നമുക്കറിയാം. കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന സെൻട്രൽ കയർ മാർക്കറ്റിംഗ് സൊസൈറ്റികളെ സംയോജിപ്പിച്ച് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷനാക്കി രൂപപ്പെടുത്തുന്നത് ഈ 3 ആളുകളാണ്. അവരായിരുന്നു അന്ന് ഈ കേരളത്തിലെ കയർ വ്യവസായത്തിന്റെ ഊടും പാവും നെയ്തവര്. ആലപ്പുഴ DCC പ്രസിഡന്റ് A ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. ജ്യോതിഷ്, TJ ആഞ്ചലോസ്, ബാബു ജോർജ്, AK രാജൻ, KV ദേവദാസ്, അഡ്വക്കേറ്റ് KR ഭഗീരഥൻ തുടങ്ങിയവർ സംസാരിച്ചു. സാന്റിയാഗോ മാർട്ടിന്റെ കേസുകളുടെ നടത്തിപ്പിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയെന്ന മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് MLA. കോടതിയിൽ സമർപ്പിച്ച പ്രൊട്ടക്ട് പെറ്റീഷനിൽ സർക്കാർ അഭിഭാഷകൻ വാദിക്കാതെ മാറി നിന്നത് സാന്റിയാഗോ മാർട്ടിനെ സംരക്ഷിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. ഇക്കാര്യത്തിൽ ധനമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും തോമസ് ഐസക് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സാന്റിയാഗോ മാർട്ടിനെതിരായിട്ട് കോടതി ഒരു ശിക്ഷയുണ്ടെങ്കിൽ അദ്ദേഹം കേരളത്തിലേക്ക് കടന്നു വരുന്നതിനെ ക്രിമിനൽ പശ്ചാത്തലത്തിൽ നിരോധിപ്പിക്കാൻ തടയുന്നതിന് കേരള സർക്കാരിന് കഴിയും. അതിനുവേണ്ടി ശക്തമായിട്ടുള്ള ആക്ഷേപം ലോട്ടറി നടത്തിപ്പുകാരായ സംസ്ഥാനങ്ങൾക്ക് നൽകാൻ പറ്റും. അവർ ചെയ്തില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ പറ്റും. ഇത്തരം ഒരു അവസ്ഥാവിശേഷം ഒഴിവാക്കി സാന്റിയാഗോ മാർട്ടിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പ്രൊട്ടസ്റ്റ് പെറ്റീഷൻ, സർക്കാർ കൊടുത്ത പ്രൊട്ടസ്റ്റ് പെറ്റീഷൻ, അത് വിചാരണയ്ക്ക് വരുമ്പോൾ CBI തയ്യാറായി വന്നിട്ടും കേസ് വാദിക്കാൻ കേരള സർക്കാരിന്റെ വക്കീൽ ഹാജരാവാത്തത്. ഇത് അതീവ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. നെടുമുടി തെക്കേമുറി മണത്രാക്കൽ പാടശേഖരത്തിന്റെ മോട്ടോർ തറയുടെ പെട്ടിയും തറയും വെള്ളപ്പൊക്കത്തെ തുടർന്ന് തള്ളി നീങ്ങി. 10ലധികം തൊഴിലാളികളുടെ കഠിനാധ്വാനം കൊണ്ട് മടവീഴ്ച ഒഴിവാക്കാൻ കഴിഞ്ഞു. 100 ഹെക്ടർ വിസ്തീർണമുള്ള ഈ പാടശേഖരത്ത് 40 ദിവസത്തിലധികം പ്രായമുള്ള നെൽച്ചെടികളാണ് തൊഴിലാളികളുടെ അവസരോചിതമായ ഇടപെടൽ മൂലം രക്ഷപ്പെട്ടത്. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ എസ്റ്റിമേറ്റ് തുക വകയിരുത്തിയിട്ടുണ്ട്. പാടശേഖരത്തിന് ഇതുവരെ മോട്ടോർ തറയുടെ ഷെഡ് പോലും ഇല്ല.
താൽക്കാലികമായി മോട്ടോർ തറയ്ക്ക് ഷെഡ് കെട്ടിയിരിക്കുന്നത് ഫ്ലെക്സ് ബോർഡുകൾ ഉപയോഗിച്ചാണ്. പാടശേഖരത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപയുടെ ബിൽ മാറിയിട്ടുണ്ടെന്നും അതനുസരിച്ചുള്ള പണികൾ ആരംഭിച്ചതായും പാടശേഖര സെക്രട്ടറി MK അനിയൻ പറഞ്ഞു. ഈ പാടശേഖരത്തിന്റെ പ്രധാന മണ്ടായ മിൽമ ജംഗ്ഷൻ മുതൽ മൂന്നുകുളം ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കവിഞ്ഞ് പാടത്തേക്ക് ഒഴുകുകയാണ്. പാടശേഖരത്തിന് ചുറ്റും ബണ്ട് ബലപ്പെടുത്തുക, പാടശേഖരത്തിനുള്ള ചുറ്റുമുള്ള 3 മോട്ടോർ തറകളും ബലപ്പെടുത്തുവാൻ വേണ്ട നടപടികൾ എത്രയും വേഗം അധികാരികൾ സ്വീകരിക്കണമെന്ന് പാടശേഖരത്തെ കർഷകൻ ആവശ്യപ്പെട്ടു. പാക്കേജിന്റെ ഈ നടത്തിപ്പിലുള്ള പോരായ്മയെക്കുറിച്ചും ഞങ്ങളുടെ പാടശേഖരത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ചുമുള്ള എഴുതി തയ്യാറാക്കിയ പരാതി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൊടുത്തിട്ട് ഇപ്പോൾ 1 മാസത്തിലധികമായി. യാതൊരു